ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് ബേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് നിങ്ങളത് കണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഉപകാരമുള്ള രീതിയിൽ വീഡിയോ ഇടാം. സോ എന്തൊക്കെയാണ് സാധനങ്ങൾ, എത്ര പൈസക്ക് നമുക്ക് വാങ്ങാൻ പറ്റും എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. സോ ഞാനിന്നിവിടെ നട്ടി ബബിൾ കേക്കാട്ടോ ആക്കുന്നത്. നട്ടി ബബിളിൽ നമ്മളെ ബേക്കറിയിൽ അറൗണ്ട് ഒരു 1200 റുപ്പീസൊക്കെ ആവും. പക്ഷേ നമ്മളത് വളരെ അഫോർഡബിളായിട്ട് ഒരു 500-നുള്ളിൽ സാധനങ്ങൾ വാങ്ങി ആക്കാനാട്ടോ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിന്ന് കുക്കർ കേക്കാണ് കേട്ടോ ആക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനം കേട്ടോ കേക്കിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ 4 ബൂസ്റ്റ് എടുത്തിട്ടുള്ളത്, പിന്നെ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീം കേട്ടോ ഞാൻ എടുത്തത്, പിന്നെ 2 പൈപ്പിംഗ് ബാഗ്, പിന്നെ വൈറ്റ് കോമ്പൗണ്ട് കേട്ടോ, വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണത്. ഇത് പിന്നെ കേക്ക് ജെല്ലാണ് കേട്ടോ. പിന്നെ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നട്ട്സ് ആട്ടോ, ബദവും കാഷ്യൂ എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൽ കൂട്ടത്തിൽ കുറച്ച് എക്സ്പെൻസീവ്. പിന്നെ 3 മുട്ട കേട്ടോ നമുക്ക് ആവശ്യം. ഇവിടെ 4 ഉണ്ട്, 3 മുട്ടയെ ആവശ്യമുള്ളൂ. ആൻഡ് ലാസ്റ്റായിട്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് മിക്സ് ആട്ടോ ഞാൻ എടുത്തത്. കേക്ക് മിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വിസ്കി യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ ആട്ടോ യൂസ് ചെയ്യുന്നത്. മുട്ട ഏറെക്കുറെ ബീറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് എത്തുമ്പോൾ നമുക്കതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാലെങ്ങനെ നിങ്ങൾ മെഷർ ചെയ്തിട്ട് തന്നെ ആഡ് ചെയ്യണം. 90 ml പാലാട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. 90 ml തന്നെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താവില്ല, കേക്ക് കറക്റ്റായി വരില്ല. സോ പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നല്ലപോലെ മുട്ടയും പാലും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ പൊടി ഇവിടെ അരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ അരിച്ചു കൊടുക്കാറുണ്ട്, കാരണം എന്താ, ഒരുപാട് ഇതുപോലെ കട്ടകൾ കാണും. സോ കട്ട ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഉടയണമെന്നില്ല, കേക്ക് കറക്റ്റായിട്ട് വരണമെന്നില്ല. സോ എന്ത് ചെയ്യുക, അരിച്ചു കൊടുത്തിട്ട് ആ കട്ടകൾ ഒന്നും കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുട്ടയും പാലിൻ്റെയും മിക്സിലോട്ട് നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ബൂസ്റ്റും ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിവിടെ മറന്നു പോയിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. നിങ്ങളാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു സമയത്ത് തന്നെ ബൂസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തോ പ്രശ്നമുണ്ടെന്നാണ് അമ്മ ഈ വീഡിയോയിൽ പറയുന്നത്, പക്ഷെ പിന്നെയാണ് മനസ്സിലായത്. ബീറ്റർ പൊട്ടി ഗൈസ്. നമുക്ക് വേറെ ബീറ്റർ കിട്ടി ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജെൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കളറിലേക്ക് വരും, അതായത് കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡിലേക്ക് വരും. എന്നിട്ട് നമുക്ക് അതിലോട്ട് എന്ത് ചെയ്യാം, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിനി അതില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാനേ പറയുള്ളൂ. കാരണം എന്താ, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുമ്പം ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആക്കുന്ന കുക്കറിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. നിങ്ങളിത് എന്ത് ചെയ്യണം, മുന്നേ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ചെയ്തത്, മറന്നുപോയിട്ടാണ്. അതിനുശേഷം നമ്മൾ ബാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ കളഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഏറ്റവും ചെറിയ തീയുള്ള ഗ്യാസിൽ ഒരു മൂടി വെച്ച് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് വിസിൽ ഊരിയിട്ട് 30 മിനിറ്റ് ആട്ടോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ വലിയ ഫിയോണേൻ്റെ ക്രീം ആട്ടോ വാങ്ങിയുള്ളത്. ഇത്രയൊന്നും ക്രീമിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ചെറിയ ക്രീം വാങ്ങിയാൽ മതി. ഞാൻ ബാക്കി പുഡിംഗ് ഒക്കെ ആക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ക്രീം എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യും, ക്രീം നല്ല തിക്കായി വരും. ക്രീം എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ പാത്രം ഫ്ലിപ്പ് ചെയ്താലും എന്താവരുത്, ക്രീം തറയിൽ പോകരുത്. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ 30 മിനിറ്റിന് ശേഷം കേക്ക് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാട്ടോ ആയിട്ടുള്ളത്. കേക്ക് നല്ല രീതിയിൽ ബേക്ക് ആയിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് അതിലോട്ട് ചോക്കോ ചിപ്സും ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് 3ഉം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് 3ആയിട്ട് ലെയറായി മുറിക്കണം. പിന്നെ ഞാൻ എയർ ബബിൾസിൻ്റെ കാര്യം പറഞ്ഞില്ല, എയർ ബബിൾസ് തട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ കേക്കിന് ഇതുപോലെ ഹോൾസ് വീഴും കേട്ടോ. ഞാനിവിടെ തട്ടിക്കൊടുത്തത് ശരിയാവാത്തത് കൊണ്ടാണ് എൻ്റെ കേക്കിന് ഇതുപോലെ ഹോൾസ് വന്നത്.
കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലെയർ ആക്കാം. ഞാനിവിടെ 3 ലെയർ ആക്കിയിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ ഇടുന്നുണ്ട് കേട്ടോ. 3 പീസായിട്ടാണ് എടുക്കുന്നത്. ബാക്കി ഒരു പീസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. അപ്പം 3 പീസ് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. പാലിലാട്ടോ ഞാൻ മെൽറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ സിറപ്പ് ആക്കലാണ്. ഇതിൽ അളവൊന്നും ഞാൻ എടുക്കുന്നില്ല. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ചധികം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഫൈനലി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഫുള്ളായിട്ട് മെൽട്ട് ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് മെൽട്ടായി തുടങ്ങും. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ലാസ്റ്റ് ഇതുപോലെ ഐസിങ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് പൈപ്പിംഗ് ബാക്കിലേക്ക് മാറ്റി കൊടുത്താൽ മതി. സോ ഓൾമോസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ലെയർ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ കൂടിയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ക്രീം ബോർഡിലേക്ക് ആക്കി കൊടുത്തിട്ട് അതെല്ലാവരും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ അടിയിലുള്ള ലെയർ ആട്ടോ ഫസ്റ്റ് വെക്കേണ്ടത്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് നമുക്ക് അത്യാവശ്യം നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് നമുക്ക് ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അടുത്തത് അതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ബൂസ്റ്റിൻ്റെ പൊടി നട്ടി ബബിൾ ആയതുകൊണ്ട് കേട്ടോ നമ്മളിടുന്നത്. അതിലോട്ട് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നട്ട്സും ചോക്ലേറ്റ് ചിപ്സും ഉള്ള മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം എല്ലാവരുടെയും അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് നമുക്ക് അടുത്ത ലെയർ വെക്കാം കേട്ടോ. അടുത്ത ലെയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റെപ്പ് സെയിം ആയിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. സോ നമ്മൾ സെക്കൻഡ് ലെയർ ഇതുപോലെ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയറിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ചിപ്സും വൈറ്റ് ഗണാഷൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് മുകളിലത്തെ ലെയറിൽ നമ്മൾ വെറും ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും മാത്രം ഇട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഫുൾ ക്രീമിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലാവരുടെ കയ്യിലും ഐസിങ് നൈഫ് ഉണ്ടാവണമെന്നില്ല. ഐസിങ് നൈഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഇപ്പം ATM കാർഡ് പോലത്തെ കാർഡ് യൂസ് ചെയ്യാത്ത എന്തെങ്കിലും കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അത് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് വെച്ച് ചെയ്യുമ്പം നല്ല രീതിയിൽ നമുക്ക് കേക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കേക്കിന് ചുറ്റിലും ഇതുപോലെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ മാറ്റി വെച്ച വൈറ്റ് കോമ്പൗണ്ട് വിപ്പിംഗ് ക്രീം ആട്ടോ. ഇത് വിപ്പിംഗ് ക്രീമിലിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കട്ടയാക്കണം. അതായത് നന്ന കട്ടയല്ല, കുറച്ചൊരു കട്ടയുള്ള രൂപത്തിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അത് ഇപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി ആട്ടോ ഇതിന് മുകളിൽ ഫുള്ളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ച് നമ്മളെ വൈറ്റ് കോമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണി ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്ക് ഞാൻ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ വെക്കാനാട്ടോ പോകുന്നത്. ഫ്രിഡ്ജിൽ ആക്ച്വലി ഇന്ന് കേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ മുറിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നാൽ മാത്രമേ നമുക്ക് കേക്കിൽ ആ ഷുഗർ സിറപ്പും ഒക്കെ പിടിച്ച് ആ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇന്ന് തന്നെ മുറിക്കുന്നതാണെങ്കിൽ കേക്കിൻ്റെ ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് വരില്ല. പക്ഷെ എനിക്ക് വീഡിയോ എൻഡ് ചെയ്യേണ്ടത് കൊണ്ടും ക്ഷമയില്ലാത്തത് കൊണ്ടും ഞാൻ ഇന്ന് തന്നെ കേക്ക് മുറിക്കുന്നുണ്ട്. 5 hours later. ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ കുറച്ച് സമയം വെച്ച് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മുറിച്ച് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി.
അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ പല പല റിയാക്ഷൻസ് ആട്ടോ കാണുന്നത്. ഞാൻ ചെറുതായിട്ടൊരു റിയാക്ഷൻ പറയാൻ പറഞ്ഞതാണ്, പക്ഷേ ഇവർ നല്ല രീതിയിൽ റിയാക്ഷൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്